കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. നടൻ ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണം. 8.5 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. 9 പ്രതികളാണ് കേസിലുള്ളത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, വിചാരണ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. ഡിസംബർ 8-ന് വിധി പറയും. എന്തൊക്കെ നിർദ്ദേശങ്ങൾ കോടതിയുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുകയാണ്? എല്ലാ പ്രതികളും അന്നേ ദിവസം ഹാജരാകണമെന്നതാണോ? ഒപ്പം പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണോ പ്രോസിക്യൂഷൻ ഉള്ളത്? പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടുള്ള വളരെ വിശദമായ ഒരു വാദം തന്നെയായിരുന്നു. മാത്രമല്ല, എതിർഭാഗം തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി വളരെ വലിയ വിസ്താരത്തിലേക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു സ്വഭാവത്തിലേക്ക് 8.5 വർഷത്തിന് ശേഷം, 8 വർഷവും 9 മാസത്തിനു ശേഷം ഈ കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2017 ഫെബ്രുവരി 17-ാം ദിവസം ഒരു രാത്രി എറണാകുളം അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് ആ നടിയുടെ കാറിൽ ഒരു വാഹനം ഇടിക്കുകയും അതുമായി ബന്ധപ്പെട്ട തർക്കം സംസാരിക്കാനെന്ന പേരിൽ ആ വാഹനം തടഞ്ഞു വെക്കുകയും അതിനകത്തേക്ക് പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു കയറുകയും പിന്നീട് ആ വാഹനം മുന്നോട്ട് പോവുകയും അതിൽ വെച്ച് അതിക്രൂരമായ രൂപത്തിൽ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നടി ആക്രമിക്കപ്പെടുന്നു. അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നു എന്നതുൾപ്പെടെയുള്ളതാണ് ഈ കേസിന്റെ പ്രാഥമികമായ കുറ്റപത്രം. ആദ്യം പൾസർ സുനി അറസ്റ്റിലാകുന്നു. അതിനുശേഷം പിന്നീട് വളരെ വൈകി കുറെ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് ഉൾപ്പെടെ ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു. ദിലീപിന്റെ അറസ്റ്റിന് എറണാകുളത്തെ ആലുവയിലുള്ള പോലീസ് ക്ലബ്ബിൽ വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് ദിലീപ് അറസ്റ്റിലാകുന്നു. 85 ദിവസമാണ് ദിലീപ് ഈ കേസിൽ ജയിലിൽ കഴിയുന്നത്. അതിനുശേഷം പിന്നീട് ആദ്യം വിചാരണ കോടതി ജാമ്യം തള്ളി. അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാണ് ദിലീപിന് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പലതവണ ഈ കേസിന്റെ വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ള നിലയ്ക്ക് മെമ്മറി കാർഡ് വിചാരണ കോടതിയുടെ അല്ലെങ്കിൽ നേരത്തെയുള്ള കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറുകയും അത് അനധികൃതമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക്കിന്റെ പരിശോധനാ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായ ഘട്ടങ്ങളിലൂടെ ഈ കേസ് കടന്നുപോയി. മാത്രമല്ല, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വരെ വിമർശനത്തിനിടയാക്കി എന്നുള്ളത് കാണാതിരുന്നുകൂടാ. കാര്യം, പൾസർ സുനി 7-7.5 വർഷത്തിന് ശേഷം ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണം, അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ 8 വർഷവും 9 മാസവും കഴിയുന്നു. 2017 ഫെബ്രുവരിയിൽ നടന്നൊരു കേസാണ് ഇപ്പോൾ 2025 ഡിസംബർ 8-ന് വിധി പറയാൻ പോകുന്നത്. ഈ വർഷം ഏപ്രിൽ മാസം ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായതാണ്. അതിനുശേഷം ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് എന്നതുകൂടി കാണണം. എന്തായാലും പൾസർ സുനി 1-ാം പ്രതിയും ദിലീപ് 9-ാം പ്രതിയുമാണ്. ഈ കേസിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന രൂപത്തിൽ അതിജീവിതയുടെ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് അതിജീവിത തന്റെ പ്രശ്നങ്ങൾ നേരിട്ട് പറയുന്നു, തുറന്നു പറയുന്നു. ഒരു ഘട്ടത്തിൽ വിചാരണ നടപടികൾ തുറന്ന കോടതിയിലാകണമെന്ന് വരെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമ കേസുകൾ അടച്ചിട്ട കോടതി മുറികളിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകാറുള്ളത് അല്ലെങ്കിൽ പുരോഗമിക്കാറുള്ളത്. പക്ഷേ അനിതര സാധാരണമായി ഒരു സുതാര്യതയ്ക്ക് വേണ്ടി തുറന്നിട്ട കോടതിയിൽ വരെ ഇതിന്റെ വിചാരണ നടപടികൾ വേണം എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ വരെ അഭിഭാഷകർ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതികളും ഉൾപ്പെടെ 8-8.5 വർഷത്തിന് ശേഷം നീണ്ട ഒരു അനന്തമായി നീണ്ടുപോയ ഒരു കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി അതിന്റെ അന്തിമവാദം കഴിഞ്ഞാൽ അതിജീവിതയുടെ പോരാട്ടമാണ് നടിയെ ആക്രമിച്ച കേസിൽ കേരളം കണ്ടത്. കേരളം സാക്ഷ്യം വഹിച്ചത്. ആ കേസിലാണ് കോടതി വിധി പറയാൻ പോകുന്നത്. ഡിസംബർ 8-ന് കേരളം കാത്തിരിക്കുന്ന വിധി വരും. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്. ഗർഭഛിദ്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും രാഹുലിന് വിലക്ക്. മാറി നിൽക്കാൻ KPCC നിർദ്ദേശം നൽകി. രാഹുലിനെ പൂർണ്ണമായും തള്ളി നേതാക്കളും രംഗത്തെത്തി. പെൺകുട്ടിയുടെ പരാതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടിയെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ പരാതി നൽകുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നെങ്കിലും പരസ്യ പ്രതിഷേധം വേണ്ടെന്നാണ് ഇടതുമുന്നണി തീരുമാനം. എന്നാൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി LDF പ്രചാരണായുധമാക്കും. പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായാൽ പൂർണ്ണ പിന്തുണയെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പിന്നാലെയാണ് പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർദ്ദേശം. പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത MLA പങ്കെടുപ്പിക്കില്ല. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയതിന്റെ അതൃപ്തി VD സതീശനും മറച്ചുവെച്ചില്ല.
അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചോ. ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാവുകയും അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്താൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ തുടർ പ്രതികരണങ്ങളിലും നടപടികളിലും ജാഗ്രത പുലർത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. മീഡിയ 1 തിരുവനന്തപുരം. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ നഗരസഭാ സ്ഥാനാർത്ഥിയടക്കം 2 CPM പ്രവർത്തകർക്ക് 20 വർഷം കഠിന തടവ്. 46-ാം വാർഡ് സ്ഥാനാർത്ഥി VK നിഷാദ്, CV നന്ദകുമാർ എന്നിവരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിഷാദ് അയോഗ്യനാക്കപ്പെടും. 2012 ഓഗസ്റ്റ് 1 അരിയിൽ ഷുക്കൂർ കേസിൽ P. ജയരാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പയ്യന്നൂരിൽ വെച്ച് പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് നിഷാദിനെയും നന്ദകുമാറിനെയും തടവിന് ശിക്ഷിച്ചത്. സ്ഫോടക വസ്തു കൈവശം വെച്ചതിനും കൊലപാതക ശ്രമത്തിനും 5 വർഷം വീതവും ബോംബെറിഞ്ഞതിന് 10 വർഷവുമാണ് ശിക്ഷ. എല്ലാം കൂടി 10 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. കൊലപാതക ശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഒരു ഇളവും നൽകാനാകില്ലെന്ന് ജഡ്ജി KN പ്രശാന്ത് വ്യക്തമാക്കി. വിധിക്ക് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിനിടെ പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് CPM പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. വിധി വന്ന സാഹചര്യത്തിൽ നിഷാദ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാൽ അയോഗ്യത വരും. വെള്ളൂർ മൊട്ടമ്മൽ വാർഡിൽ CPMന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായ M. ഹരീന്ദ്രൻ ഇതുവരെ പത്രിക പിൻവലിച്ചിട്ടില്ല. മീഡിയ 1 കണ്ണൂർ. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് കടമക്കുടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതിയും തള്ളി. UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ ഹർജിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളിയത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. അനുയോജ്യമായ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു. 3 സെറ്റ് പത്രിക നൽകിയെങ്കിലും ഡിവിഷന് പുറത്തുള്ള ആളാണ് പിന്തുണച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് LC ജോർജിന്റെ പത്രിക തള്ളിയത്. ഡമ്മി പത്രിക നൽകാത്തതിനാൽ കടമക്കുടി ഡിവിഷനിൽ UDFന് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. എല്ലാ മുന്നണികളെയും ഒരുപോലെ വലയ്ക്കുകയാണ് വിമതശല്യം. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം UDFന് 13 വിമതരാണുള്ളത്. തിരുവനന്തപുരത്ത് LDFനും UDFനും 5 വീതം വിമതരുണ്ട്. കണ്ണൂരിലെ വിമതരെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കടുത്ത മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിവില്ലാത്ത വിമത ശല്യമാണ് LDFനെയും UDFനെയും ഉലയ്ക്കുന്നത്. 5 വീതം വിമതരാണ് മുന്നണികൾക്കുള്ളത്. LDF കാൻഡിഡേറ്റായിട്ട് എന്നെ തീരുമാനിച്ചു, എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് ഇതിൽ മാറ്റം വരുത്തി. ഈ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അത് എങ്ങനെയെങ്കിലും തടയിടാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെങ്കിൽ അതാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മധ്യകേരളത്തിൽ ചില സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയതിനു പുറമെ വിമതരുടെ സാന്നിധ്യവും UDFന് കനത്ത വെല്ലുവിളിയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം UDFന് 13 വിമതരാണുള്ളത്. BJPക്ക് 2ഉം LDFന് 1 വിമതനുമുണ്ട്. ഇത്രയായപ്പോൾ എന്നോട് പറഞ്ഞു മാലിക്ക് തന്നെ സീറ്റ്. പക്ഷേ രാവിലെ വെളുപ്പിന് 5 മണി ആയപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു, ഇതിലേതോ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ആൾ മാറി. കാരണം പാർട്ടിക്ക് തന്നെ അറിയാം ജനവികാരം കൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കുന്നതെന്നുള്ള കാര്യം പാർട്ടിക്ക് വളരെ സ്പഷ്ടമായിട്ട് തന്നെ പാർട്ടിക്ക് അറിയാം. കണ്ണൂർ കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ സ്ഥാനാർത്ഥികളടക്കമുള്ള 4 പേരെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. വാരം സീറ്റിൽ മത്സരിക്കുന്ന റയീസ് അസദി, ആദി കടലായിൽ റിജിൽ മാക്കുറ്റിക്കെതിരെ പത്രിക നൽകിയ V. മുഹമ്മദ് അലി എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് നടപടി. UDFന് ഭരണമുള്ള കുന്നമംഗലം ബ്ലോക്കിൽ 2 ശക്തരായ വിമതരാണ് രംഗത്തുള്ളത്. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പ്രാദേശിക ഘടകത്തിന്റെ വികാരം നോക്കണ്ടേ? ഇവിടുത്തെ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ, വാർഡ് പ്രസിഡന്റുമാരൊക്കെ എന്നോട് ഇപ്പോഴും പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. വിമതർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇനി റിവൽ എന്ന് പറയണ്ട, ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവർക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടി പുറത്താക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഴിക്കോട് തുറയൂരിൽ CPMനെതിരെയുള്ള മത്സരം പ്രാദേശിക തർക്കമെന്ന് CPI വ്യക്തമാക്കി. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച LDF സ്വതന്ത്രന് പിന്തുണ നൽകി. 6-ാം വാർഡിൽ ഡോക്ടർ നിലാർ മുഹമ്മദിനാണ് LDFന്റെ പിന്തുണ. അതിനിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പടന്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. സജീവൻ രാജിവെച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.
വയനാട് വൈത്തിരിയിൽ UDF സ്ഥാനാർത്ഥിയെ വോട്ട് തേടുന്നതിൽ നിന്ന് വിലക്കിയെന്ന് പരാതി. വൈത്തിരി തൈലക്കുന്നിൽ ഇന്നലെ വൈകിട്ട് വോട്ട് ചോദിക്കാനെത്തിയ 7ാം വാർഡ് സ്ഥാനാർത്ഥി ശൈലജ മുരുകേഷിനെയും UDF പ്രവർത്തകരെയും തടഞ്ഞുവെന്നാണ് പരാതി. ആയിക്കോട്ടെ, നിങ്ങൾ വിപ്ലവോ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വോട്ട് വയ്ക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. തൈലക്കുന്ന് മിച്ചഭൂമിയിൽ വോട്ട് ചോദിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി ശൈലജ മുരുകേശനെയാണ് ഒരു വിഭാഗം ആളുകൾ ചേർന്ന് തടഞ്ഞത്. LDF പ്രവർത്തകർ തടഞ്ഞെന്നാണ് UDFന്റെ ആരോപണം. അവിടെ കയ്യേറ്റ ഭൂമി അറിഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ കയറിയപ്പോഴാണ് പിന്നെ 3 പേര് വന്നിട്ട്, ഒരു KK രാമചന്ദ്രന് 2 പേരും കൂടെ വന്നിട്ട് ഞങ്ങളെ പുറകിൽ നിന്ന് തള്ളി മാറ്റുകയും മുന്നിലേക്ക് വന്ന് ഈ സ്ഥലത്ത് UDF പ്രവർത്തകര് വോട്ട് ചോദിക്കാൻ പാടില്ല, നിരങ്ങാൻ പാടില്ല എന്നുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായത്. വോട്ട് ചോദിച്ച് ഈ ഭാഗത്തേക്ക് വരണ്ട എന്ന് പറയുന്ന വീഡിയോ ദൃശ്യവും UDF പുറത്തുവിട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി നിരങ്ങാൻ പറ്റൂല. നിരങ്ങുന്നില്ലല്ലോ, ഞങ്ങൾ ഓരോ വീടുകളിലും കയറല്ലേ. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിലാസിനി ഉൾപ്പെടെയുള്ളവരെയാണ് തടഞ്ഞത്. മുന്നും അവിടെ ഈ വ്യക്തി തന്നെ മുന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ LDF പ്രസ്ഥാനത്തിന്റെ ആൾക്കാരുടെ സപ്പോർട്ടില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സംഭവത്തിൽ വൈത്തിരി പോലീസിൽ പരാതി നൽകുമെന്നും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. മീഡിയ 1 വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 50 ഇടങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 5 നഗരസഭാ സീറ്റിലും 43 പഞ്ചായത്ത് വാർഡിലും ആരെയും നിർത്താനായില്ല. NDA ഘടകകക്ഷികളും ഇവിടങ്ങളിൽ മത്സരിക്കുന്നില്ല. BJPക്ക് സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം. എന്നാൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ ജില്ലയിലാകെ 50 ഇടങ്ങളിൽ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളില്ല. നെടുമങ്ങാട് നഗരസഭയിലെ പെരുമല, പറമുട്ടം, പത്താങ്കല്ല്, കൊപ്പം, പുങ്കമ്മൂട് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളില്ലാത്തത്. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നഗരൂർ ഡിവിഷനിലും പോത്തൻകോട് ബ്ലോക്കിലെ പുതുക്കുറിച്ചി ഡിവിഷനിലും BJPക്കും NDAക്കും സ്ഥാനാർത്ഥികളില്ല. എന്നാൽ ഇതുവരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നേറ്റമുണ്ടാക്കിയെന്നാണ് BJP നേതൃത്വത്തിന്റെ അവകാശവാദം. അപ്പോൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളുണ്ടാകാം, അത് ഞങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഈ കേരളം കഴിഞ്ഞ 70 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ. സംസ്ഥാനത്താകെ 2511 വാർഡുകളിലാണ് NDAക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. ആകെ 23,576 വാർഡുകളിൽ 21,065 സ്ഥാനാർത്ഥികളാണ് BJP, NDA സ്വതന്ത്രർ ഉൾപ്പെടെയായി മത്സരിക്കുന്നത്. ഇതിൽ 19,871 പേർ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നുവെന്നും BJP സംസ്ഥാന നേതൃത്വം പറയുന്നു. മീഡിയ 1 തിരുവനന്തപുരം. SIR നടപടികൾ പൂർത്തിയാക്കാൻ സ്കൂൾ വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. NSS, NCC വോളണ്ടിയർമാരെ നൽകണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്കൂളുകൾക്ക് കത്ത് നൽകി. ഇതിനെതിരെ അധ്യാപക സംഘടനകൾ രംഗത്തെത്തി. എന്നാൽ കുട്ടികളെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. കേരളത്തിൽ SIR നടപടികൾ സമയബന്ധിതമായി മുന്നോട്ട് പോകാതെ വന്നതോടെയാണ് സഹായത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിക്കാനുള്ള നീക്കം. എന്യൂമറേഷൻ ഫോമിന്റെ പൂരിപ്പിക്കൽ, ഡിജിറ്റലൈസേഷൻ എന്നിവയ്ക്കായി സ്കൂൾ കുട്ടികളെ ഉപയോഗപ്പെടുത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. നടപടികൾ പൂർത്തിയാക്കാൻ സ്കൂളുകളിലെ NSS, NCC സ്കൗട്ട് വളണ്ടിയർമാരെ നൽകണമെന്നാണ് ആവശ്യം. സ്കൂളുകൾ വളണ്ടിയേഴ്സിന്റെ പേരുവിവരങ്ങൾ പട്ടികയായി നൽകണം. BLOമാരെ സഹായിക്കുന്നതിനാണ് കുട്ടികളുടെ സേവനമെന്നാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്കൂളുകൾക്ക് അയച്ച കത്തിൽ പറയുന്നത്. SIR പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികളുടെ സഹായം തേടുന്നതിൽ തെറ്റില്ലെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. കളക്ടർമാർ NSS വളണ്ടിയർമാരുടെയും ഇലക്ടർ സാക്ഷരതാ ക്ലബ് അംഗങ്ങളുടെയും സഹായം തേടിയിട്ടുണ്ടെന്നും CEO സ്ഥിരീകരിച്ചു. എന്നാൽ പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികളെ SIR പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതിന് എതിരെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. തമിഴ്നാട്ടിലെ SIR-നെതിരായ ഹർജികൾ അടുത്ത മാസം 2-ന് സുപ്രീംകോടതി പരിഗണിക്കും. നാളെ കേരളത്തിന്റെ ഹർജിക്കൊപ്പം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും കേരളത്തിലെ കേസ് വ്യത്യസ്തമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. അതിനിടെ കേരളത്തിലെ SIR-നെതിരെ ചാണ്ടി ഉമ്മൻ MLA സുപ്രീംകോടതിയെ സമീപിച്ചു. കേരളത്തിലെ SIR ഉടൻ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ കൈവിലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത. വിശദമായ അന്വേഷണത്തിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു. കൈവിലങ്ങ് വെച്ചത് തെറ്റായ നടപടിയാണെന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് N. വാസുവിന്റെ കൈയിൽ വിലങ്ങണിയിച്ചത്.
വാസുവിനെ കോടതിയിൽ ഹാജരാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന NR ക്യാമ്പിലെ ഉദ്യോഗസ്ഥരാണ് വിലങ്ങിട്ടതിന് പിന്നിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറിവോ നിർദ്ദേശമോ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. സംഭവം വിവാദമായതോടെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. AR ക്യാമ്പിലെ കമാൻഡിനോടാണ് റിപ്പോർട്ട് തേടിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസ്. ലൈംഗിക അതിക്രമ കേസിലെ പ്രതികൾ ലഹരി കേസിലും ഭീകരവാദ കേസുകളിലും അറസ്റ്റിലാകുന്നവർക്കാണ് കൈവിലങ്ങ് ഉറപ്പായും ധരിപ്പിക്കേണ്ടത്. എന്നാൽ വാസു അത്തരം കേസുകളിലൊന്നും പ്രതിയല്ല. മാത്രമല്ല 74 വയസ്സ് പ്രായമുള്ള ആളാണ് വാസു. ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് വാസുവിനെ കൈവിലങ്ങ് വെച്ച് കോടതിയിൽ എത്തിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലായ വാസുവിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് വാസുവിനെ കൈവിലങ്ങ് വെച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവമുണ്ടായതും. മീഡിയ 1 തിരുവനന്തപുരം. ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗ് കൊല്ലപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ. മുഖ്യമന്ത്രി നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നും പ്രതികൾ അറസ്റ്റിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 19 സിംഗപ്പൂരിൽ സ്കൂബ ഡൈവിംഗിനിടെയാണ് സുബിൻ ഗാർഗിന്റെ മരണം. സംഭവത്തിൽ ഇവന്റ് മാനേജർ ഉൾപ്പെടെ അറസ്റ്റിലാണ്. കൊച്ചിയിൽ CPOയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ പാലാരിവട്ടം SI KK ബൈജുവിന് കുരുക്കായി ഫോൺ സംഭാഷണം. ബൈജുവിനെതിരെ പരാതി നൽകിയ ആലപ്പുഴ സ്വദേശിയായ യുവാവുമായുള്ള ഫോൺ സംഭാഷണമാണ് മീഡിയ 1 പുറത്തുവിട്ടത്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന CPOയുടെ പരാതിയിൽ സസ്പെൻഷനിലാണ് KK ബൈജു. തനിക്കെതിരെ വ്യാജക്കേസെടുത്തെന്നും ഒഴിവാക്കാൻ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് KK ബൈജുവിനെതിരെയുള്ള യുവാവിന്റെ പരാതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചെന്നും സ്വർണവും പണവും തട്ടിയെന്നും കാട്ടി 2023 ഡിസംബറിലാണ് യുവാവിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് 2024 മാർച്ച് 3 യുവാവ് DGPക്ക് അടക്കം പരാതിയും നൽകി. യുവാവിന്റെ ആരോപണം ശരിവെക്കും വിധമാണ് ഫോൺ സംഭാഷണവും. മനസ്സിലായി, നമ്മളങ്ങോട്ട് വിളിക്കാൻ നിന്നിട്ടൊന്നുമില്ല. നിനക്ക് തരാനുള്ള പൈസ നീ പറയാൻ നിൽക്കണ്ടേ? എത്രയും പെട്ടെന്ന് ഊരിക്കൊണ്ട് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ സർക്കാർ ജോലിക്കാരനാണോ അല്ലെങ്കിൽ നീ അല്ലാത്തവനാണ് അതിന്റെ വിഷയമില്ല. ഗോൾഡായിട്ടൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ വേറെ പരാതി എടുത്താൽ നിനക്ക് ഞങ്ങൾ CPOയുടെ പരാതിയിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ സ്പാ സെന്റർ ജീവനക്കാരി രമ്യ, നടത്തിപ്പുകാരൻ ഷിഹാം എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതിയായ ബൈജു ഒളിവിലെന്നാണ് വിവരം. മാലമോഷണ പരാതിയുണ്ടെന്നും സ്പാ സെന്ററിൽ പോയത് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തെന്നുമാണ് CPOയുടെ പരാതി. വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1. എത്യോപ്യയിലെ ഹെയ്ലി ഗബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകവ്യാപകമായി വ്യോമഗതാഗതം താറുമാറായി. ഡൽഹി, അഹമ്മദാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാന കമ്പനികൾക്ക് DGCA ജാഗ്രതാ നിർദ്ദേശം നൽകി. വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ അഗ്നിപർവ്വത പുകപടലം കൂടിയെത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചു. 12,000 വർഷത്തിനിടെ ആദ്യമായാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ ഹെയ്ലി ഗബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. പിന്നാലെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരമേഘങ്ങൾ ഇന്ത്യ, ഒമാൻ, പാകിസ്ഥാൻ രാജ്യങ്ങളിലേക്കെത്തി. മണിക്കൂറിൽ 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിൽ 15,000-നും 40,000-നും അടി ഉയരത്തിലാണ് പുകപടലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസുകളെ ബാധിച്ചു. ഡൽഹി, ജയ്പൂർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ജിദ്ദ, ദുബായ് സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. പിന്നാലെ വിമാന കമ്പനികൾക്ക് DGCA മുന്നറിയിപ്പ് നൽകി. അന്തരീക്ഷത്തിൽ ചാരത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് വിമാന എഞ്ചിനുകളെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ പൊടിപടലങ്ങൾ വായുവിന്റെ ഗുണനിലവാര സൂചികയെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ പുകപടലം കൂടി എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്ക്. മീഡിയ 1 ഡൽഹി. നിർമ്മാണം പൂർത്തീകരിച്ച അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുറിവുണങ്ങിയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ചടങ്ങിൽ RSS മേധാവി മോഹൻ ഭാഗവത്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അഞ്ചു വർഷവും 3 മാസവും എടുത്താണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പതാക ഉയർത്തിയത്. 191 അടി ഉയരത്തിലാണ് പതാക സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയുടെ പുതിയ തുടക്കമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.
വിശ്വാസികളുടെ ആഗ്രഹം പൂർത്തീകരിച്ചെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പതാക ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകമെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. हर राम भक्त के हृदय में अद्वितीय संतोष है, असीम कृतज्ञता है, अपार अलौकिक आनंद है. അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷം റോഡ് ഷോയും നടത്തി. വിവിധ മഠാധിപന്മാർ ഉൾപ്പെടെ 7000-ഓളം വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. BJPയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാന പ്രഖ്യാപനമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം. 2020 പണി ആരംഭിച്ചെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വേഗത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമുയർത്തിയിരുന്നു. മീഡിയ 1 ഡൽഹി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം വീണ്ടും മാറ്റിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയാണ് മാറ്റിയത്. ഡൽഹി സ്ഫോടനത്തെ തുടർന്നുള്ള സുരക്ഷാ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2018 നെതന്യാഹു അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷം അടുത്ത വർഷം പുതിയ തീയതി തീരുമാനിക്കുമെന്നാണ് വിവരം. വാർത്തയിലേക്ക് വീണ്ടും. മലപ്പുറം പൂക്കോട്ടൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. പള്ളിമുഖ സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ മുഹമ്മദ് ജുനൈദിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നു രാവിലെ 5 മണിയോടെയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. മുഹമ്മദ് ജുനൈദും അമീർ സുഹൈലും വീട്ടിൽ വെച്ച് തർക്കമുണ്ടായി. പിന്നാലെ അടുക്കളയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജുനൈദ് അമീർ സുഹൈലിനെ കുത്തുകയായിരുന്നു. നെഞ്ചിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ അമീർ സുഹൈൽ തൽക്ഷണം മരിച്ചു. കൊലയ്ക്ക് ശേഷം ജുനൈദ് ഇരുചക്ര വാഹനത്തിൽ കത്തിയുമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. കാരണം മറ്റ് സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതാണ് അറിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം അവർ രണ്ടാളും ഒരു വണ്ടിയിൽ തന്നെയാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളതും വീട്ടിൽ പോയിട്ടുള്ളതും. കൂടുതലും അവർ കാണും തന്നെ ഒരേ വണ്ടിമേലാണ്, ഓരോ ബൈക്കുമ്പോൾ തന്നെ രണ്ടാളും കൂടുതൽ നമ്മൾ കാണുള്ളത്. നേരത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാര്യമായിട്ട് പ്രശ്നം എന്താ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ അതിലെ കൂടുതൽ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. സംഭവത്തിൽ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ 1 മലപ്പുറം. തൃശൂർ മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സ്വർണ്ണാഭരണത്തിനായി അമ്മ തങ്കമണിയെ മകൾ സന്ധ്യയാണ് കൊലപ്പെടുത്തിയത്. സന്ധ്യയുടെ ആൺസുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച 75-കാരിയായ തങ്കമണിയെ വീടിന് സമീപത്തെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്കെതിരെ അതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ തൃശൂരിലേക്ക് യാത്രയ്ക്കെത്തിയതായിരുന്നു പെൺകുട്ടി. പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ദുരനുഭവം. ശക്തമായി പ്രതികരിച്ച പെൺകുട്ടി യുവാവിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല. ദൃശ്യങ്ങൾ തെളിവായതോടെ പ്രതിയെ പിടികൂടലും പോലീസിന് എളുപ്പമായി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതി സജീവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മീഡിയ 1 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെതിരെയുള്ള നടപടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായില്ല. CPM-ൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടിയുണ്ടാകുമെന്നും ഇന്ന് നടന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും മദ്യപൻ ചവിട്ടിത്തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്രീകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ശ്രീകുട്ടി സ്വയം ശ്വസിക്കുന്നുണ്ടെങ്കിലും അബോധാവസ്ഥയിലാണ്. ഓക്സിജൻ സപ്പോർട്ട് തുടരുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കി. പ്രതി സുരേഷ് റിമാൻഡിലാണ്. നവംബർ 2 കേരള എക്സ്പ്രസിലായിരുന്നു നാടിന് നടുക്കിയ ആക്രമണമുണ്ടായത്. മലപ്പുറം മേയാർ നഗർ ഇരുമ്പുചോലയിൽ തെരുവുനായ ആക്രമണത്തിൽ നിന്നും 1-ാം ക്ലാസ്സുകാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നവീദ് മുഹമ്മദ് എന്ന 5 വയസ്സുകാരനാണ് ധൈര്യത്തോടെ ചെറുത്തുനിന്ന് നായുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. സ്കൂൾ വിട്ട് വീടിന് സമീപം നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. പവന് 1400 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഗ്രാമിന് 11,645 രൂപയാണ് ഇന്നത്തെ വില. പവന്റെ വില 93,160 രൂപയാണ്.
ഗസയിൽ ഇസ്രായേൽ പിന്തുണയോടെ ഭക്ഷണ വിതരണം നടത്തിയിരുന്ന വിവാദ US സംരംഭമായ GHF പ്രവർത്തനം നിർത്തി. ഭക്ഷണ വിതരണം എന്ന പേരിൽ നടക്കുന്നത് ഫലസ്തീനികൾക്കുള്ള മരണക്കെണിയാണെന്നും ഇത് നിർത്തിവെക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. GHF കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് വരി നിന്ന 1000-ഓളം ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ മെയ്യിലാണ് UN ഏജൻസികൾക്ക് പകരമായി ഇസ്രായേലും US ചേർന്ന് GHFന് നിയോഗിച്ചത്. ഇന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടു. ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അരുണാചൽ സ്വദേശിനിയെ തടഞ്ഞുവെച്ച സംഭവത്തിൽ ചൈനയെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. വിമാനത്താവള അധികൃതരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവെന്നാരോപിച്ചാണ് പ്രേമ വാങ്ചുങ്ങിനെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ തടഞ്ഞത്. അരുണാചൽ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്നും യുവതി ആരോപിക്കുന്നു. 18 മണിക്കൂർ നീണ്ട ദുരിതം ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് അവസാനിപ്പിച്ചത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ബാഴ്സലോണ ചെൽസി പോരാട്ടം. ചെൽസിയുടെ തട്ടകത്തിൽ രാത്രി 1:30 മത്സരം. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ലിവർക്യൂസിനെ നേരിടും. ന്യൂകാസിൽ യുണൈറ്റഡ് മാർസയുമായി ഏറ്റുമുട്ടും. ഡോട്ട്മുണ്ടിന് വിയ്യാറയലാണ് എതിരാളി.